ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പഞ്ചമഹാധർമ്മങ്ങളെക്കുറിച്ച്. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ലോകധർമ്മം. ഇതാണല്ലോ പഞ്ചധർമ്മം. അതിൽ കുടുംബധർമ്മത്തിൽ തന്നെ ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതനുഷ്ഠിച്ചാണ് ജീവിക്കേണ്ടത്. ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണെന്നാണ്. ആചാരാത് പ്രഭവാത് ധർമ്മ എന്നാണ് പറയുന്നത്. അവനവൻ്റെ ധർമ്മം ശരിയായ തലത്തിൽ അനുഷ്ഠിച്ച് ജീവിച്ചാൽ ആ കുടുംബം പൂർണ്ണയർത്ഥ തലത്തിൽ അതിന് ഈശ്വരീയ ഭാവം ആ കുടുംബത്തിൽ നിലനിൽക്കും. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കണം.